ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പുറത്തിറങ്ങും. നാലാൾ എന്നെ കാണണം, നാലാൾ എന്റെ സൗന്ദര്യം അറിയണം, എന്നെ നോക്കണം, എന്റെ പിന്നാലെ വരണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പുറത്തിറങ്ങുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നിഅമത്താണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദി കേട് കാണിക്കരുത്. നന്ദി ചെയ്യുന്നതിന് പകരം നന്ദി കേട് കാണിക്കരുത്. നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ഭയാനകമാണ്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഈ പെണ്ണ് ഒരു ദിവസം കണ്ണാടി നോക്കിയപ്പോ പെണ്ണിന് തോന്നി, ഞാൻ കുഴപ്പമില്ലല്ലോ, ഞാൻ കുറച്ച് ഗ്ലാമർ ഉണ്ടല്ലോ എന്ന് പെണ്ണിന് തോന്നി. കണ്ണാടി നോക്കുമ്പോഴാണല്ലോ പൊതുവെ അങ്ങനെ മനസ്സിലാവാ. ആ പെണ്ണ് തോന്നി, ഞാൻ കുറച്ച് ഗ്ലാമർ ഉണ്ട് അത്യാവശ്യം. ആ സൗന്ദര്യം കണ്ണാടിയിലൂടെ കണ്ടപ്പോ പെണ്ണ് സ്വന്തം ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നെ കണ്ടാൽ എന്നോട് താല്പര്യം തോന്നാത്ത ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടാവോ? പെണ്ണ് ചോദിക്കാണ് സ്വന്തം ഭർത്താവിനോട്, അച്ചറാ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നെ കണ്ടാൽ ഏതെങ്കിലും ഒരാൾ, അഹദുൻ യറാ ഹാദൽ വജ്ഹ, ഈ മുഖം ആരെങ്കിലും കണ്ടാൽ, വലാ യഫ്തതിനു ബി, ഈ മുഖം കണ്ടിട്ട് എന്നോട് ആകൃഷ്ടത തോന്നാത്ത, താല്പര്യം തോന്നാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവോ? അപ്പോഴാണ് അദ്ദേഹത്തെ ആ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞത്, നഅം, ഉണ്ടാകും, നിന്നെ കണ്ടിട്ട് നിന്നോട് താല്പര്യം തോന്നാൻ സാധ്യതയില്ലാത്ത ഒരാളുണ്ട്. അവൾ ചോദിച്ചു, മൻ, ആരാ? അദ്ദേഹം പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈർ, മസ്ജിദുൽ ഹറമിലെ മുഫ്തിയായ ഉബൈദ് ഇബ്നു ഉമൈറിന് അയാളുടെ മുമ്പിൽ പോയി നിന്റെ സൗന്ദര്യം നീ പ്രദർശിപ്പിച്ചാൽ താല്പര്യം തോന്നാൻ സാധ്യതയില്ല. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഇതല്ലി, എനിക്ക് സമ്മതം തരണം, ഞാൻ പോയി അയാളുടെ മുമ്പിൽ എന്റെ സൗന്ദര്യം ഒന്ന് പ്രദർശിപ്പിക്കട്ടെ, അയാളെ വശീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ആ സഹോദരി പറയുകയും, നിങ്ങൾ കാണാറില്ല ചില ആളുകളൊക്കെ ഇലക്ഷൻ വരുമ്പോ ചില ആളുകൾ, ചില സഹോദരിമാർ, ചില പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് എല്ലാ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ കാണാറില്ലേ? പബ്ലിസിറ്റി സ്റ്റണ്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരെ മോശാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ, ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. എല്ലാവരെയും അള്ളാഹു ഫിത്നയിൽ നിന്ന് കാക്കട്ടെ. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് നിങ്ങൾ സമ്മതം തരുമോ? ഭർത്താവ് സമ്മതം കൊടുത്തു. പെണ്ണ് പോയി നല്ല അണിഞ്ഞൊരുങ്ങി, നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് മുഖമെല്ലാം മറച്ചുകൊണ്ട് പെണ്ണ് ആദ്യം മുഖം മറച്ചിട്ടാ പോയത്. ഇപ്പൊ നിഖാബ് വേണോ വേണ്ടേ, മസ്ജിദുൽ ഹറമിലുണ്ടോ, മക്കത്തുണ്ടോ, അറബികളുടെ ഡ്രസ്സാണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിഖാബൊക്കെ ധരിച്ച് മുഖമൊക്കെ മറച്ചിട്ടാണ് പെണ്ണ് അവിടേക്ക് പോയത്. അന്നത്തെ ശൈലിയും അങ്ങനെ തന്നെയാണ്, മുഖം മറച്ചിട്ടാണ് പോയത്. നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മുഫ്തി അവിടെ മസ്ജിദുൽ ഹറമിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോകാൻ വേണ്ടി കാത്തിരുന്നു. എല്ലാവരും പോയാലല്ലേ കളി നടക്കുള്ളൂ. ആളുകളുടെ മുമ്പിൽ എന്തായാലും ആരും മോശമായിട്ട് പെരുമാറില്ലല്ലോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ലേ വേണ്ടാത്ത സാഹചര്യങ്ങളിൽ പെട്ടുപോകാറുള്ളത്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, ആരും കാണാത്തൊരു സ്ഥലത്ത് മറഞ്ഞു നിന്നു. എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിലേക്ക് പെണ്ണ് മാറി നിന്നു. മാറി നിന്നുകൊണ്ട് ആ പെണ്ണ് നേരെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് സംശയം ചോദിക്കുന്നത് പോലെ, ഫത്വ ചോദിക്കുന്നത് പോലെ ആ സഹോദരൻ നമ്മുടെ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന പണ്ഡിതന്റെ മുമ്പിലേക്ക് പോയി, എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്, നിങ്ങൾ ഒന്ന് മാറി നിൽക്കുന്ന അപ്പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞു. സ്വകാര്യമായ ചില സംശയങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരൽപ്പം അങ്ങോട്ട് മാറി നിന്നു. ആരും കാണാതെ മാറി നിന്ന സ്ഥലത്തേക്ക് ആ പെണ്ണെത്തിയപ്പോൾ തന്റെ മുഖത്തിന്റെ നിഖാബ് മാറ്റുകയുണ്ടായി. അഥവാ വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു അത്. എന്തെന്നില്ലാത്ത സൗന്ദര്യം, 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ മുഖമുള്ള സുന്ദരിയായ പെണ്ണായിരുന്നു അത്. തന്റെ മുഖം പ്രദർശിപ്പിച്ചു. അപ്പോഴേക്കും മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്നവർ ആ പെണ്ണിനോട് പറഞ്ഞു, യാ പെണ്ണേ, ഇസ്തതിരി, മുഖം മറക്കുന്നവർ, അന്യ പുരുഷന്റെ മുമ്പിൽ നിന്റെ മുഖം നീ പ്രദർശിപ്പിക്കുകയോ? ഇസ്തതിരി, നിന്റെ മുഖം മറക്ക് പെണ്ണേ എന്ന് പറഞ്ഞു. ഫഖാലത്, പെണ്ണ് പറഞ്ഞു, ഇന്നി ഖദ് ഫുതിൻതു ബിക, എനിക്ക് നിങ്ങളോട് പ്രണയമാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് വൈകാരികമായ താല്പര്യമുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ ഉബൈദ് തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ,
നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ വീട്ടിത്തരാം, നിന്റെ താല്പര്യങ്ങൾ ഞാൻ വീട്ടിത്തരാം. പക്ഷേ ഞാൻ 5 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി നൽകണമെന്ന് പറഞ്ഞു. 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ആ ചോദ്യത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് നീ മറുപടി നൽകണം. ഇദാ സദഖ്തീനി, സത്യം പറയണം, കളവ് പറയാൻ പാടില്ല, സത്യം പറയണം. അങ്ങനെ നീ സത്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയാൽ നീ പറഞ്ഞ ഈ കാര്യം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടാണ് നീ മറുപടി പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായാൽ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണ് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ മറുപടി പറയുള്ളൂ. കാരണം ഭർത്താവിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ടല്ലയോ വന്നത്, എന്നാൽ ഇന്നയാളെ ഞാൻ വശീകരിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണല്ലോ വന്നത്, ഞാൻ സത്യസന്ധമായി പറയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുന്നത്, പെണ്ണേ, അല്ലയോ സഹോദരി, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഈ സമയത്ത് കടന്നു വരുന്നു എന്ന് നീ സങ്കല്പിക്കുക. നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആളുകളെല്ലാം കാലിട്ടടിക്കുന്ന സന്ദർഭം നീ ഓർക്കുമോളെ. ആ സമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്ന് നീ അവസാന ചക്രശ്വാസം വലിക്കുകയാണ്, സെക്കൻഡുകൾക്കകം നീ മരിക്കുകയാണ്. അങ്ങനെ നീ മരിക്കുന്ന സന്ദർഭത്തിൽ നീ ഈ ചെയ്യാൻ പോകുന്ന, നീ പ്രകടിപ്പിച്ച ഈ താല്പര്യം പ്രകടിപ്പിച്ച ഈ കാര്യമുണ്ടല്ലോ, അത് നിനക്ക് സന്തോഷമാണോ നൽകുക, അല്ല ഭയമാണോ നൽകുക? റൂഹ് പിടിക്കുന്ന സമയത്ത് നീ താല്പര്യപ്പെട്ട ഈ വ്യഭിചാരം നിനക്ക് ഉപകരിക്കുമോ ഇല്ലയോ? സത്യസന്ധമായി മറുപടി പറയണം, സത്യസന്ധമായി മറുപടി പറയണം. പെണ്ണിനൊന്നും പറയാനില്ല. വല്ലാഹി അല്ലാഹുമ്മ ലാ, ഒരിക്കലും ഈ വ്യഭിചാരം റൂഹ് പിടിക്കുന്ന സമയത്ത് എനിക്ക് ഉപകരിക്കൂല, എനിക്കത് പ്രയാസമാണ് ഉണ്ടാക്കുക എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചു, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും കുളിപ്പിച്ച് കഫൻ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ജനാസ ചുമന്നുകൊണ്ട് നേരെ പള്ളിക്കാട്ടിലേക്ക് പോയി നിന്റെ മയ്യത്തിനെ പള്ളിയുടെ മെഹ്റാബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾ നിസ്കരിച്ച് ഖബറിലേക്ക് നിന്റെ കുടുംബക്കാരൻ വെച്ചിട്ട് നിന്റെ കബളത്തേക്ക് മണ്ണ് വെച്ച് അവസാനം മീസാൻ കല്ല് വെച്ച് ആ മീസാൻ കല്ലിന്റെ മുകളിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, നിന്നെ ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്കാണ് മടക്കുന്നത്, ഈ മണ്ണിൽ നിന്നാണ് പുനർജനിപ്പിക്കുന്നത് എന്ന ദിക്ർ ചൊല്ലി നിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞ ആളുകളെല്ലാം തിരിച്ചു പോകുമ്പോ മഹാനായ മുൻകർ നകീർ അലൈഹിസ്സലാം കടന്നു വന്ന് ഫഅജ്ലസാകി, നിന്നെ കിടന്ന ഉറക്കത്തിൽ നിന്ന് ഉണർത്തി നിന്നെ എണീപ്പിച്ചു ഇരുത്തി, എന്നിട്ട് നിന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഈ വ്യഭിചാരം കൊണ്ട് നിനക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ചെയ്യുക? നീ രക്ഷപ്പെടുമോ, നീ പരാജയപ്പെടുമോ? പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, അല്ലാഹുവാണ് സത്യം, എനിക്ക് ഉപകാരമല്ല ഉപദ്രവമാണ് ചെയ്യുക. എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, നിന്റെ ഖബർ ജീവിതം കഴിഞ്ഞ് മഹ്ശറാ ലോകത്ത് 50,000 വർഷം ദൈർഘ്യമുള്ള മഹ്ശറയിൽ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, അർശിന്റെ തണൽ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, വലതു കൈയിൽ കിതാബ് നൽകപ്പെടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നീ ചോദിച്ച ഈ ചെറിയ ഒരു നിമിഷത്തെ സുഖം കൊണ്ട് രക്ഷപ്പെടുമോ അല്ല നീ പരാജയപ്പെടുമോ? പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലാ, അല്ലാഹുവാണ് സത്യം, ഞാൻ രക്ഷപ്പെടൂല. അപ്പോഴാണ് ഈ പെണ്ണിനോട് പറഞ്ഞത്, പെണ്ണേ, അല്ലയോ സഹോദരി, അല്ലാഹു നിനക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നില്ലയോ? ഇത്തഖില്ലാഹ യാ അമതല്ലാഹ്, അതുകൊണ്ട് റബ്ബിനെ പേടിച്ചോ മോളെ. ഈ വ്യഭിചാരങ്ങളും ഈ പ്രണയങ്ങളും പ്രേമങ്ങളും തോന്നിവാസങ്ങളും തന്റെ വേഷങ്ങളെല്ലാം തന്റെ സൗന്ദര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു നടന്നതെല്ലാം മരണസമയത്ത് ഉപകരിക്കൂല, ഖബറിൽ ഉപകരിക്കൂല, മഹ്ശറയിൽ ഉപകരിക്കൂല മോളെ. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചോ. യാ അമതല്ലാഹി ഇത്തഖില്ലാഹ്, അല്ലാഹു നിനക്ക് അനുഗ്രഹം നൽകി, വേറെ ഒരാൾക്കും നൽകാത്ത സൗന്ദര്യം നിനക്ക് നൽകി. നിന്റെ ഭർത്താവിന് സമർപ്പിക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ
മറ്റുള്ളവരെ വശീകരിക്കാൻ നീ ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് നേരെ ഭർത്താവിന്റെ സമീപത്തേക്ക് പോയി. ഭർത്താവ് കാത്തിരിക്കുകയാണ്. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ വശീകരിച്ചുകൊണ്ട് തന്റെ ഭാര്യ കടന്നു വരുന്നത്. അങ്ങനെ ചില ആളുകൾ ഉണ്ടാകും, ഉസ്താദുമാരെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകേസ് തലയിൽ വെച്ച് പുറത്താക്കാൻ നോക്കുന്നവർ, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ, എങ്ങനെയെങ്കിലും ഒരാളെ തകർക്കണമെന്ന് തോന്നിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർ, ഹണി ട്രാപ്പ്, ഈ രീതിയിലുള്ള ട്രാപ്പുകൾ നൽകുന്നവർ, ഈ രീതിയിലുള്ള ട്രാപ്പുകൾ നൽകി ഒരാളെ തകർക്കാൻ ശ്രമിക്കുന്നവർ, ഇയാൾ നിരപരാധിയായിരിക്കും. പക്ഷേ ഏതെങ്കിലും രീതിയിൽ കുടുക്കാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് നടക്കും. ഒരാളെ തകർക്കാൻ വിചാരിച്ചാൽ ചില ആളുകൾ അങ്ങനെയാണ്. പക തോന്നിയാൽ എന്തും ചെയ്യും, പ്രതികാരം തോന്നിയാൽ എന്തും ചെയ്യും, ഒന്നിനും മടിക്കില്ല. അപ്പൊ ഇദ്ദേഹം ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ കുടുക്കാൻ വിചാരിച്ചതാണ്. പക്ഷെ ഈ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, പെണ്ണെ പോയ കാര്യം എന്തായി എന്ന് ഭാര്യയോട് ചോദിച്ചു. ഭാര്യ മുഖം നോക്കി, ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞ മറുപടി, നിങ്ങൾ വിഡ്ഢിയാണ് ഭർത്താവേ, നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ്, ഞങ്ങൾ രണ്ടുപേരും വിഡ്ഢികളുടെ ലോകത്താണുള്ളത് എന്ന് പറഞ്ഞ് നേരെ നിസ്കരിക്കാൻ തുടങ്ങി. വുളൂ ചെയ്തു, സംശുദ്ധിയായി തെറ്റിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങി തൗബ ചെയ്ത് നന്നായി നിസ്കരിക്കാൻ തുടങ്ങി. മുഅ്മിനീങ്ങളെ, നോമ്പെടുക്കാൻ തുടങ്ങി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ പഴയതുപോലെ ഭർത്താവിന് ഭാര്യയെ കിട്ടാതെ വന്നു. രാത്രിയായാൽ നല്ല പുതുനാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി തന്റെ മണിയറയിലേക്ക് വന്നിരുന്ന ഭാര്യ ഇന്ന് നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് മുസല്ലയിലാണ്, റൂമിലേക്ക് വരുന്നില്ല. ഭർത്താവിന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അപ്പോഴാണ് ആ ഭർത്താവ് പറഞ്ഞത്, മാലീ വലി ഉബൈദ് ഇബ്നു ഉമൈർ, വേണ്ടായിരുന്നു ഈ ചതി, വേണ്ടായിരുന്നു ഉബൈദ് ഇബ്നു ഉമൈറിനോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യയെ തന്നെ എനിക്ക് പോലും ലഭിക്കാത്ത രീതിയിൽ മോശമാക്കിയല്ലോ. എന്റെ കൂടെ സമയം ചെലവഴിച്ചിരുന്ന എന്റെ ഭാര്യയെ എനിക്ക് കിട്ടാതെ വന്നല്ലോ എന്ന് പറഞ്ഞ വെപ്രാളത്തോടെ, വിഷമത്തോടുകൂടി, വിഷമത്തോടുകൂടി തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ചതിയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് നടക്കേണ്ട ഗതികേട് ആ ഭർത്താവിന് വന്നു. പെണ്ണാണെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങി നന്നാവുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ ഓരോ ആളുകളും ആലോചിക്കേണ്ടത്. എന്ത് തെറ്റിന്റെ സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നാലും, കള്ളു കുടിക്കാൻ തോന്നിയാൽ, വ്യഭിചരിക്കാൻ തോന്നിയാൽ, കഞ്ചാവടിക്കാൻ തോന്നിയാൽ, മറ്റുള്ള അരുതാത്ത തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഉടനെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹുവേ, ഞാൻ മരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് പ്രയാസപ്പെടൂലേ, എന്റെ ഖബറിലെത്തിയാൽ ഞാൻ ഇതുകൊണ്ട് പ്രയാസപ്പെടൂലേ, മഹ്ശറാ ലോകത്തെത്തിയാൽ ഞാൻ ഇതുകൊണ്ട് പ്രയാസപ്പെടൂലേ, എന്നെ സഹായിക്കാൻ ആരുണ്ടാകും എന്ന് ആലോചിച്ച് ഇവിടുത്തെ ചെറിയ സുഖങ്ങളെ നാളത്തെ വലിയ സുഖങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പകരം നൽകും. മുഅ്മിനീങ്ങളെ, ഇല്ലാ അഫ്ളല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാളും നല്ല ഒരു പകരം നിങ്ങൾക്ക് നൽകാതിരിക്കില്ല. അതുകൊണ്ട് റബ്ബിന് വേണ്ടി നമ്മുടെ സുഖങ്ങളെ മാറ്റിവെക്കുക, റബ്ബിന് വേണ്ടി നമ്മുടെ സൗകര്യങ്ങളെ മാറ്റിവെക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവസാനമായ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അബൂബക്കറുൽ മിസ്കി എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു മനുഷ്യന്റെ ചരിത്രം മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കറുൽ മിസ്കി ഇതുപോലെ തെറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അല്ലാഹുവിനെ പേടിച്ച് മാറി നിന്ന ഒരു മഹാനാണ്. ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്യാൻ സാഹചര്യം ഇല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ കരുത്ത് മനസ്സിലാവുക. അവസാനമായി എനിക്ക് ദുആ ചെയ്തിട്ട് പിരിയാ. അവസാനമായിട്ട് ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ ദുആയിലേക്ക് കടക്കാൻ. അബൂബക്കറുൽ മിസ്കി, അദ്ദേഹത്തെ ആളുകൾ കണ്ടപ്പോ എന്തെന്നില്ലാത്ത കസ്തൂരിയുടെ സുഗന്ധം, അയാൾ നടക്കുന്ന വഴിയിൽ കസ്തൂരിയുടെ സുഗന്ധം, അയാളുടെ വസ്ത്രത്തിൽ നിന്ന്, അയാളുടെ വീട്ടിൽ നിന്ന്, അയാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ നിർഘളിക്കുകയാണ്, പടർന്ന് പന്തലിക്കുകയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ കാരണം? നിങ്ങൾക്ക് ഇങ്ങനെ കസ്തൂരിയുടെ സുഗന്ധം ലഭിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു സംഭവം പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു കൊട്ടാരത്തിലേക്ക് ഞാൻ കച്ചവടത്തിന് വേണ്ടി പോയപ്പോ അല്ലാഹു എനിക്ക് സൗന്ദര്യം നൽകിയിരുന്നു. എന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമായിരുന്നു. എന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി കൊട്ടാരത്തിലെ ഒരു രാജകുമാരി കച്ചവടം ചെയ്യാൻ വേണ്ടി എന്തോ എന്റെ കയ്യിലുള്ള വസ്തു വാങ്ങാനെന്നുള്ള വ്യാജേന
അടിമസ്ത്രീയെ പറഞ്ഞയച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എത്തി. അങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. പക്ഷേ ആ കച്ചവടം ചെയ്യാൻ പോയ ഞാൻ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ രാജകുമാരി എന്നെ ഒരു മുറിയിലിട്ട് പൂട്ടുകയും ആ പെണ്ണ് മുറിയിലേക്ക് കടന്നു വരികയും ചെയ്തു. എന്നിട്ട് തോന്നിവാസങ്ങൾക്ക് വേണ്ടി, വ്യഭിചാരങ്ങൾക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോ എന്നെ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അവരുടെ വികാരത്തിന്, താല്പര്യത്തിന് നിന്നു കൊടുത്താൽ ഒരാളും അറിയില്ല. കാരണം രാജകൊട്ടാരത്തിലെ രാജകുമാരി വളരെ സുരക്ഷിതമായി ആരും കാണാതെ എനിക്ക് വേണ്ടി സജ്ജീകരിച്ച സംവിധാനമാണ്. ഒരാളും അറിയില്ല എന്ന ഉറപ്പ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് എന്റെ റബ്ബിനെ ഓർമ്മ വന്നു. ചെയ്യാൻ പാടില്ലല്ലോ, വ്യഭിചാരമാണല്ലോ, എങ്ങനെ രക്ഷപ്പെടും? ഇനി ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുതറി മാറിയാൽ ഈ പെണ്ണെനിക്കെതിരെ കേസെടുക്കും, എന്നെ പീഡിപ്പിക്കാൻ വന്നതാണെന്ന് പറയും, നുഴഞ്ഞു കയറി എന്ന് പറയും. അങ്ങനെയാണല്ലോ പൊതുവെ സ്ത്രീകൾ ചെയ്യാറുള്ളത്. പൊതുവെ പല മേഖലകളിൽ നിന്നും കാണുന്നത് അങ്ങനെയാണ്. രണ്ടുപേര് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് എപ്പോഴെങ്കിലും തനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മീ ടു ചാലഞ്ചുമായി എന്നെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്ന സ്വഭാവമാണ് പല സ്ത്രീകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ രണ്ടുപേര് ശാരീരികമായ സമ്മതത്തോടുകൂടിയാണ്, രണ്ടുപേരും പ്രായപൂർത്തിയെത്തിയ ആളുകൾക്ക് പരസ്പര സമ്മതത്തോടുകൂടി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. ആ നിയമം അനുവദിച്ചുകൊണ്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാളെ തകർക്കണമെന്ന് തോന്നുമ്പോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന സംവിധാനങ്ങൾ നിരന്തരമായി പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനെങ്ങാനും ആ സദസ്സിൽ, ആ സ്ഥലത്ത് ഞാൻ രാജകുമാരിയെ എതിർത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചാൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് പീഡിപ്പിക്കാൻ വന്ന ആളാണെന്ന് എന്നെ ചിത്രീകരിക്കും, എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത്. ഞാൻ പറഞ്ഞു, ശരി തന്നെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ. ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ടോയ്ലറ്റിൽ പോയി. തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം, അതിനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരണം, ഒന്ന് കുളിക്കാനൊന്ന് ഫ്രഷ് ആവാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രാജകുമാരി അടിമസ്ത്രീയുടെ കൂടെ തന്റെ ഈ കാമുകൻ, താൻ ആഗ്രഹിച്ച ഈ ചെറുപ്പക്കാരനെ, തന്റെ കൊട്ടാരത്തിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ചെറുപ്പക്കാരനെ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ അടിമസ്ത്രീയുടെ പ്രൊട്ടക്ഷനോടുകൂടി ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ ശാരീരികമായി ചെയ്യാറുള്ള മലമൂത്ര വിസർജനം നടത്തിയിട്ട് ആ മലമൂത്ര വിസർജനം കൈകൊണ്ട് വാരിയെടുത്തിട്ട് തന്റെ ശരീരമാസകലം പുരട്ടുകയാണ് ആ മനുഷ്യൻ ചെയ്തത്. തന്റെ മുഖത്തേക്ക് പുരട്ടി, തന്റെ കൈകളിലേക്ക് പുരട്ടി, തന്റെ വസ്ത്രത്തിലേക്ക് പുരട്ടി, തന്റെ ശരീരമാസകലം മലമൂത്ര വിസർജനമായി. ഇനി ഏതൊരു പെണ്ണിനും തന്നോട് താല്പര്യം തോന്നൂല, കാണുമ്പോൾ തന്നെ വൃത്തികേടാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി അടിമസ്ത്രീയുടെ കൂടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന രാജകുമാരി ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. ദുർഗന്ധം വമിക്കുന്നുണ്ട്, ശരീരമാസകലം വൃത്തികേടായിട്ടുണ്ട്. ഇത് കണ്ട താമസം രാജകുമാരി തന്റെ അടിമസ്ത്രീയോട് പറഞ്ഞു, പെട്ടെന്ന് ഇയാളെ മാറ്റ്, പെട്ടെന്ന് ഇയാളെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്, വൃത്തികേടാണ്, ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും നേരെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് ബാത്റൂമിൽ ചെന്ന് കുളിച്ച് വൃത്തിയാകുമ്പോഴേക്കും ആ ദുർഗന്ധം പുരട്ടിയ, ആ അവശിഷ്ടങ്ങൾ പുരട്ടിയ ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളിൽ നിന്നും അല്ലാഹു തആല അത്ഭുതകരമായി കസ്തൂരിയുടെ സുഗന്ധം അല്ലാഹു നൽകാൻ തുടങ്ങി. അന്ന് മുതലാണ് എന്റെ ശരീരത്തിൽ കസ്തൂരിയുടെ സുഗന്ധം തുടങ്ങിയത്. ഞാൻ പോകുന്ന വഴിയിൽ കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടായത്. അന്ന് രാത്രി ഉറക്കത്തിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ എനിക്കൊരു സ്വപ്നം കാണുകയുണ്ടായി. ജീവിതത്തിൽ ഒരാളും ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനൊരു ചരിത്രം വേറെയില്ല. ഇന്ന് മുതൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് കസ്തൂരിയുടെ സുഗന്ധം ഞാൻ നൽകുമെന്ന് സ്വപ്നത്തിലൂടെ ആരോ കടന്നു വന്ന അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ കസ്തൂരി എന്റെ വായയിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് നിർഘളിക്കുന്നുണ്ട്. മനോഹരമായ കസ്തൂരിയുടെ സുഗന്ധം അത് ഇതുവരെ മുറിഞ്ഞു പോയിട്ടില്ല. അങ്ങനെയാണ് അബൂബക്കർ എന്ന പേരുള്ള ആ മനുഷ്യന് അബൂബക്കറുൽ മിസ്കി എന്ന് പറയുന്ന, കസ്തൂരിയുടെ അബൂബക്കർ എന്ന് പറയുന്ന പേര് ലഭിക്കാൻ കാരണമായത്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്
അള്ളാഹുവിനെ പേടിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ നല്ല വെള്ള ചമയുന്നത് പോലെ നമ്മുടെ സ്വകാര്യ സമയത്തും അള്ളാഹുവിന് വേണ്ടി നന്നാവാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കും. മുഅ്മിനീങ്ങളെ, അതിനേക്കാളും നല്ല പകരം അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കില്ല. ഈ കാഷ്ടത്തിന് പകരം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത് കസ്തൂരിയുടെ സുഗന്ധമാണ്. പെർഫ്യൂമിന്റെ ആവശ്യമില്ല, അത്തറിന്റെ ആവശ്യമില്ല, സുഗന്ധത്തിന്റെ ആവശ്യമില്ല, ബോഡി സ്പ്രേയുടെ ആവശ്യമില്ല. അള്ളാഹു പകരം നൽകിയതാണ് മൻ തറക ലില്ലാഹി ശൈആ. അള്ളാഹുവിന് വേണ്ടി വല്ലതും ഒഴിവാക്കാൻ, ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി വല്ലതും ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു ദുനിയാവിലും അതിന്റെ പകരം നൽകും. മുഅ്മിനീങ്ങളെ, അതേപോലെ ആഖിറത്തിലും അള്ളാഹു അതിന്റെ പകരം നൽകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ചരിത്രമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഒരു ചരിത്രം. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവം, അന്ന ഫതം മിൻ അഹ്ലിൽ മദീന, മദീനയിലുള്ള മനോഹരമായ മദീനയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, എപ്പോഴും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരനാണ് അയാൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പള്ളിയിൽ സ്ഥിരമായി നിസ്കരിക്കാൻ വരുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കഥ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ ഉമർ തങ്ങൾ അന്വേഷിക്കാറുണ്ട്, എവിടെ പോയി ആ ചെറുപ്പക്കാരൻ എന്ന് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു പെണ്ണ് പ്രേമിച്ച കഥ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫഅശിഖതുഹു ഇംറഅത്തുൻ മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിയായ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനോട് സ്നേഹം തോന്നി, ഈ ചെറുപ്പക്കാരനോട് പ്രേമം തോന്നി, പ്രണയം തോന്നി. എങ്ങനെയെങ്കിലും ഈ ചെറുപ്പക്കാരനെ കിട്ടണമെന്നുള്ള താല്പര്യമുണ്ടായി. തന്റെ ചങ്ങാതിമാരോടെല്ലാം കാര്യം പറഞ്ഞു വെച്ചു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരൻ എനിക്ക് ഇഷ്ടമാണ്, നമ്പർ വാങ്ങിച്ചു തരോ, സെറ്റ് ചെയ്തു തരോ, എനിക്ക് ആ പെണ്ണിനെ സെറ്റ് ചെയ്തു തരോ എന്ന് ചോദിക്കുന്നത് പോലെ, ചങ്ങാതിമാരെ സെറ്റ് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന്റെ ക്ലാസ്മേറ്റിനെ പിടിച്ചുകൊണ്ട് പെണ്ണിന്റെ നമ്പർ വാങ്ങിക്കുന്നവർ, കുടുംബക്കാരെ പിടിച്ചുകൊണ്ട് നമ്പർ വാങ്ങിക്കുന്നവർ, നാട്ടുകാരെ പിടിച്ചുകൊണ്ട് നമ്പർ വാങ്ങിക്കുന്നവർ, എന്നിട്ട് അവരുടെ പിന്നാലെ പോയി ശല്യം ചെയ്ത് നമ്മൾ നിരന്തരമായ ഹറാം ചെയ്യുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കണം. ഒരു പെണ്ണിന് ചെറുപ്പക്കാരനോട് താല്പര്യം തോന്നിയിട്ട് തന്റെ വികാരം പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് കൂടെയുള്ള ചങ്ങാതിമാരായ സ്ത്രീകളോട്, ചങ്ങാതിമാരായ പെണ്ണുങ്ങളോടെല്ലാം അഭിപ്രായം ചോദിച്ചു. എങ്ങനെ അയാൾ എനിക്ക് കിട്ടും? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. തങ്ങൾ വരുന്നുണ്ട്. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങൾ എത്തുമ്പോഴേക്കും ഞാൻ നിർത്തുന്നിരിക്കില്ല. നിങ്ങളുടെ ദുആ കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിരിയാം. എണിക്കാൻ പറയുമ്പോൾ വയസ്സായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണിക്കണമെന്നില്ല കേട്ടോ. വയസ്സായ പ്രായമുള്ള ആളുണ്ടാവും, കുട്ടികളുടെ കയ്യിലുള്ള പെണ്ണുങ്ങളുണ്ടാവും, അവരൊക്കെ നിർബന്ധമായിട്ട് എണിക്കണമെന്നില്ല. ഇതൊരു ചെറിയൊരു റിലാക്സിന് വേണ്ടിയിട്ട് കുറെ സമയം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ? നിങ്ങൾ എണിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഇരിക്കണം എന്നാണ്, കുറച്ച് സമയം ഞാൻ ഇരിക്കണം നിങ്ങൾ എണിക്കുമ്പോൾ. പക്ഷെ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് തയ്യാറായ ചരിത്രം മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് തെറ്റു ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കെ മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല ഉസ്താദെ, മാഷാ അല്ലാഹ്, നല്ല കാര്യം, നല്ല കാര്യം. പക്ഷെ കള്ളു കുടിക്കാൻ ചാൻസ് ഉണ്ടായിട്ട് കുടിച്ചിട്ടില്ലേ, അവിടെയാണ് നിങ്ങളുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. ഞാൻ പ്രണയിച്ചിട്ടേ ഇല്ല, എങ്ങനെ പ്രണയിക്കും? അതിനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ പോലെ അന്നും കോളേജും സ്കൂളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രണയിക്കുമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ആളുകൾ പ്രണയിച്ചും കയ്യും പിടിച്ചും നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭൂതി തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളും അതേ ടീമിൽ പെട്ട ആൾ തന്നെയാണ്.
അല്ലാതെ ഞാൻ പ്രണയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനം നടിക്കണ്ട. ചാൻസ് കിട്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ടോ എങ്കിലും മാഷാ അല്ലാഹ് അഭിമാനിക്കാം. അല്ലാഹു ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിലുള്ള ഫിത്നയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു സലാമത്താകട്ടെ. ദീനിന്റെ ഫിത്നയിൽ നിന്ന്, ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു എല്ലാ ആളുകളെയും സലാമത്താകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ആ ചെറുപ്പക്കാരനോട് പ്രണയം തോന്നിയ പെണ്ണ് അതിനു വേണ്ടിയിട്ട് കരുക്കൾ നീക്കുകയാണ്. എങ്ങനെയാളെ കിട്ടും? അപ്പൊ ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം. നിനക്ക് ആ ചെറുപ്പക്കാരനല്ലേ വേണ്ടത്, ഞാൻ ശരിയാക്കി തരാം. എന്താ വഴി? നിനക്ക് കിട്ടിയാ പോരെ, ഞാൻ ശരിയാക്കി തന്നാ പോരെ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് കയ്യിലിങ്ങനെ വടിയും പിടിച്ചിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അല്ല മോനെ, എവിടേക്കായി പോകുന്നത് എന്ന് വെച്ചു. ഞാൻ വീട്ടിൽ പോവാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എന്നെ ഒന്ന് സഹായിക്കോ. എന്താണ് ഉമ്മ നിങ്ങളുടെ പ്രയാസം? ഈ സഹാബാക്കൾക്കൊക്കെ ഇങ്ങനെ ചാരിറ്റിയും കാരുണ്യ പ്രവർത്തനമൊക്കെ വലിയ ഇഷ്ടമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ വൃദ്ധകളായ മാതാവിനെ പിതാവിനെ കുളിപ്പിച്ചിട്ട് വസ്ത്രം അലക്കി കൊടുത്തിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ലേ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളൊക്കെ. ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, പേരിന് വേണ്ടിയിട്ടൊന്നുമല്ല, സെൽഫി എടുക്കാനുമല്ല, അള്ളാഹുവിനെ വിചാരിച്ചു. അങ്ങനെ ഒരു വൃദ്ധയായ മാതാവ് എന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് എന്റെ വീട്ടിലൊരു ആടുണ്ട്, ആ ആട് കുറച്ച് വലിപ്പമുള്ള ആടാണ്, എനിക്കതിനെ കറന്നെടുക്കാൻ കഴിയുന്നില്ല, ഒന്ന് പാല് കറന്നു തരുമോ, ഒന്നെന്നെ സഹായിക്കുമോ? അദ്ദേഹം ആലോചിച്ചൊരു പെണ്ണല്ലേ, വൃദ്ധയായ ഒരു മാതാവല്ലേ, സഹായിച്ചാൽ അല്ലാഹു പ്രതിഫലം നൽകുമല്ലോ, അതുകൊണ്ട് ആയിക്കോട്ടെ, എവിടെയാണ്? എന്നിട്ട് പാല് കറന്നു കൊടുക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ ഈ വൃദ്ധയായ ഉമ്മയുടെ കൂടെ നടന്നു. അങ്ങനെ ഒരു വീട്ടിലെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ ആടിനെയും കൊണ്ടുവരാം, നീ ഇവിടെ ഇരിക്കുമോനെ എന്ന് പറഞ്ഞു. ഒരു റൂമിലിരുത്തി. അങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് അകത്തെ വാതിലിലൂടെ ഒരു പെണ്ണ് കടന്നു വരുന്നത്. ഇത് കണ്ടപ്പോൾ മഹാനായ ആ ചെറുപ്പക്കാരൻ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നൊരു പെണ്ണ് കടന്നു വന്നപ്പോ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. പെണ്ണാണെങ്കിൽ വാതിലിന്റെ കതകെല്ലാം അടച്ചുകൊണ്ട് ഇയാളോട് തന്റെ വൈകാരികമായ താല്പര്യം തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ വെച്ച് സുലൈഖ ബീവി ചെയ്തതുപോലെ ഈ മനുഷ്യനെ തന്റെ മുറിയിൽ ആരാരും കാണാത്ത സമയത്ത് ഈ മുറിയിൽ വെച്ച് ശാരീരിക വൈകാരികമായ താല്പര്യം തീർത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. കുതറി മാറാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോഴേക്കും ഒരു നിലക്കും ഇയാൾ വശീകരിക്കുന്നില്ല, ഒരു നിലക്കും ഇയാൾ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ പെണ്ണ് നല്ല ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഒരു നിലക്കും ഇയാള് പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് തോന്നിയപ്പോ അയാൾ പെണ്ണിനോട് പറഞ്ഞു, അല്ലയോ പെണ്ണെ, നീ അള്ളാഹുവിനെ പേടിക്കണം പെണ്ണെ, ഇങ്ങനെ ചെയ്യരുത്, തോന്നിവാസങ്ങൾ കാണിക്കരുത് പെണ്ണെ, നീ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹു കാണുന്നുണ്ടല്ലോ, ഇത് അള്ളാഹു അറിയുന്നുണ്ടല്ലോ, റബ്ബിനെ പേടിക്കണമെന്ന് പെണ്ണിനോട് പറഞ്ഞു. ഉടനെ തന്നെ ആ പെണ്ണിന് ഇയാൾ ഒരിക്കലും തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഉടനെ തന്നെ ആ പെണ്ണ് അട്ടഹസിക്കാൻ തുടങ്ങി. ഉറക്കെ അട്ടഹസിച്ചിതാ, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ വന്നിട്ടുണ്ട്, പെണ്ണ് നേരെ വിഷയം മാറി, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അയൽപ്പക്കങ്ങളിലുള്ള ആളുകളൊക്കെ കേൾക്കത്തക്ക രീതിയിൽ അട്ടഹസിച്ചു, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിലേക്ക് ഒരാൾ ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാതെ പാതി. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടുന്നവരാണ് നമ്മള്, അല്ലെ? കാള പെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുത്തോടാണ്. കാള വെറൂല എന്ന് ചിന്തിക്കൂല,
കാളല്ലേ, കാള പൊറൂലല്ലോ, അങ്ങനെ എന്തിക്കൂല, കാളെ പറ്റോ എന്നാ പിന്നെ അങ്ങോട്ട് കയറെടുക്കന്നെ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ടീമാ. സത്യസന്ധത എന്ത്, യാഥാർത്ഥ്യം എന്ത് എന്ന് ചിന്തിക്കാൻ നമ്മൾ ആളാരും തയ്യാറാകുന്നില്ല. രാത്രി ആരെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന കണ്ട പിടിച്ച് പൊട്ടിക്കൽ തന്നെ, ഇത് മതിൽ ചാടാൻ വന്ന കേസ് തന്നെയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ. പാവം ആരെങ്കിലും യാത്രയ്ക്കിടെ കാറിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടം വരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടതായിരിക്കും. നാട്ടുകാരൊക്കെ പിടിച്ചു അടിച്ചു പൊട്ടിച്ചു സത്യം പറയണമെന്നൊക്കെ പറഞ്ഞ് ചോരൊക്കെ വന്നു, വീടൊക്കെ എടുത്തിട്ട് അയാൾ മുതൽ ചാടാൻ വന്ന ആളാണ്. പൊന്നാരം നിങ്ങൾ എന്തിപ്പോ അത് നിങ്ങൾക്ക് കിട്ടിയത്? യാഥാർത്ഥ്യം മനസ്സിലാവാതെ, സത്യസന്ധത മനസ്സിലാവാതെ മറ്റുള്ളവരുടെ രഹസ്യം നിങ്ങൾ പുറത്തു കൊണ്ടുവരരുത്. ഇനി യാഥാർത്ഥ്യം മനസ്സിലായാലും മറച്ചു വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് കേസുകൾ നിരന്തരമായി നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഏത് കേസാണ് സത്യസന്ധമാണ് എന്ന് തന്നെ വിശ്വസിച്ച് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ വരെ അത് നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതിന് പകരം യാതൊരു ഉറപ്പുമില്ലാത്ത പച്ചക്കള്ളങ്ങൾ, കല്ലുവെച്ച നുണകളെ വിശ്വസിച്ചുകൊണ്ട് പർവ്വതീകരിച്ചുകൊണ്ട് നിങ്ങൾ അനാവശ്യമായി സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാറില്ല. എന്താ നിങ്ങളുടെ പണി? നിങ്ങൾ മീൻസ് നിങ്ങളല്ല, ഈ സോഷ്യൽ മീഡിയകളിലുള്ള ചില സൈബർ പോരാളികളുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ പണി? വേറൊരു പണിയില്ലേ? അതൊക്കെ മാറ്റിവെച്ചിട്ടൊന്ന് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ഇറങ്ങിക്കൂടെ? 24 മണിക്കൂറും ഇതിൽ കുത്തിയിരിക്കുക. എന്തെങ്കിലും കിട്ടിയാൽ കൊട്ടിഘോഷിക്കുക. ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ വല്ല പിഴവും വന്ന മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ക്ലിപ്പുണ്ടാക്കുക, ജനങ്ങൾക്കിടയിലിട്ടിട്ട് അയാളം കട്ടുകണ്ട താറടിക്കുക. എന്ത് നേടി നിങ്ങൾ? എന്ത് കിട്ടി നിങ്ങൾക്ക് ഇതുകൊണ്ട്? അവസാനം നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ലിപ്പുണ്ടാക്കിയവർക്ക് ലഭിച്ചു, അവർ സ്വർഗത്തിൽ എത്താൻ കാരണമായി എന്നല്ലാതെ നിങ്ങൾക്ക് വല്ല നേട്ടം ഉണ്ടായോ? ഈ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്തതിൽ, വാട്സാപ്പിൽ കൊണ്ടുപോയി ഷെയർ ചെയ്തതിൽ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല. ഓ മുഅ്മിനീങ്ങളെ, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. നിങ്ങൾക്കൊരു വാർത്ത കിട്ടിയാൽ നിങ്ങൾ അത് പരിശോധിക്കണം, സൂക്ഷ്മമായി പരിശോധിക്കണം. ഫതബയ്യനു, നിങ്ങൾ പഠിക്കണം അതിനെക്കുറിച്ച്. ഏതെങ്കിലും ഒരു പെൺകേസ് വന്നാൽ, ഏതെങ്കിലും ഒരു അഴിമതി കേസ് വന്നാൽ, കട്ടുവെന്നോ മോഷ്ടിച്ചുവെന്നോ അഴിമതി നടത്തിയെന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടാൽ, പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ കേട്ടാൽ അപ്പോഴേക്കും 4-5 ആളുകൾ കൂടി അടിച്ച് ഇടിച്ച് പുറത്താക്കലല്ല, വലിച്ചെറിയലല്ല. അതിന്റെ യാഥാർത്ഥ്യം ഫതബയ്യനു, സത്യസന്ധമായി നിങ്ങൾ പഠിക്കണം. എന്താ നടന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ കഥ നടക്കാൻ പോകുന്നത് നമ്മളാണെങ്കിൽ, യാ അല്ലാഹ്, ഇയാൾക്ക് ചെമ്മാടിയുടെ മുദ്ര കുത്തി ഇയാളുടെ കയ്യും കാലും പൊളിച്ച് അയാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇയാളെ നമ്മൾ ഒഴിവാക്കുമായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടുകാരായിരുന്നെങ്കിൽ. സദാചാര പോലീസുകാർ നമ്മുടെ നാട്ടിലില്ലേ? സദാചാര പോലീസുകാർ, സദാചാര ഗുണ്ടകൾ, പോലീസുകാരെ വെല്ലുന്ന പോലീസുകാർ നമ്മുടെ നാട്ടിലില്ലേ? ഇവരൊക്കെ എല്ലാ തോന്നിവാസത്തിന്റെ കേന്ദ്രമായിരിക്കും ഈ സദാചാര പോലീസുകാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സദാചാര പോലീസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടല്ലോ, നാട്ടിൽ ആരെന്ത് ചെയ്താലും പെട്ടെന്ന് വന്നിട്ട് അയാളെ അടിക്കാനും ഇടിക്കാനും ദേഷ്യപ്പെടാനും ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും വരുന്നൊരു വിഭാഗം ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തായിരിക്കും സകല തിന്മയുടെയും കേന്ദ്രം. അവരുടെ ഭാഗത്തില്ലാതെ തെമ്മാടിത്തരുണ്ടാവില്ല. വ്യഭിചാരം ഉണ്ടാകും, കള്ളുകുടി ഉണ്ടാകും, മയക്കുമരുന്നുണ്ടാകും, കഞ്ചാവ് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നിട്ട് ഇവരാണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റു ചെയ്യുന്ന അറിയുമ്പോഴേക്കും പള്ളിയിലേക്കും നാട്ടിലേക്കും മദ്രസയിലേക്കൊക്കെ മാർച്ച് ചെയ്തിട്ട് അടിക്കാനും പിടിക്കാനും വെട്ടാനൊക്കെ വരുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതൊക്കെ പുറത്തെത്തുന്നത്. അത്രത്തോളം തെമ്മാടിത്തരത്തിന്റെ കേന്ദ്രങ്ങളായിരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണ് ഉടനെ തന്നെ അട്ടഹസിച്ചു പറയുകയുണ്ടായി, ഓടി വരൂ, ഓടി വരൂ, എന്നെ ഒരാൾ പീഡിപ്പിക്കുകയാണ്, എന്നെ ഒരാൾ ആക്രമിക്കുകയാണ്. ഫജാഉ, അയൽപ്പക്കങ്ങളിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഓടി വന്നു. എന്താണ് ശബ്ദം, എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി. ഫഖാലത്, ആ പെണ്ണ് പറഞ്ഞു, ഇന്ന ഹാദാ ദഖല അലയ്യ യുരീദുനി അൻ നഫ്സി. എന്റെ ശരീരത്തെ ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയ ചെറുപ്പക്കാരനാണിത്. ഞാൻ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളോട് സഹായം ചോദിച്ചതാണ് എന്ന് ആ പെണ്ണ് ഉറക്കെ ഈ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറഞ്ഞു. ചാടി വീണു നാട്ടുകാർ. പിന്നെ ഒരു നിമിഷം, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, സത്യസന്ധാണോ, അത് കേൾക്കാൻ പോലും നിൽക്കാതെ നാട്ടുകാരെല്ലാം ചാടി വീണു. വജഅലൂ യദ്രിബൂനഹു, കഴിവിന്റെ പരമാവധി നന്നായി അടിച്ച് കൈയും കാലുമെല്ലാം ബന്ദിയാക്കിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് എത്തി, പള്ളിയിലേക്ക് എത്തി. സുബ്ഹി നിസ്കാരമാകുമ്പോഴേക്കും ഇയാൾ പള്ളിയുടെ മുമ്പിലുണ്ട്. ഫലമ്മാ സല്ലാ ഉമറുൽ ഗദാത്ത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ പാവപ്പെട്ട സാധു ഇങ്ങനെ കൈയും കാലും ബന്ദിയായി, ശരീരത്തിൽ നിന്ന് കൈകാലുകളിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ, കുറച്ചാളുകൾ ഇങ്ങനെ അയാളെ ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്ത് കാണാനിടയായി.
ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അല്ലാഹുമ്മ ലാ തുഖ്ലിഫ് ലന്നി, അല്ലാഹുവേ ഇയാളെ കുറിച്ച് നല്ലൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, നല്ലൊരു അഭിപ്രായമുണ്ടായിരുന്നു എനിക്ക്. എന്റെ ഈ അഭിപ്രായത്തെ നീ തെറ്റിക്കരുത് റബ്ബേ. ഞാൻ ഇയാളെ കുറിച്ച് നല്ലവനാണ് എന്ന് വിചാരിച്ചിരുന്നു റബ്ബേ, ആ വിചാരത്തെ നീ തെറ്റിക്കരുത് റബ്ബേ. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഫഖാൽ മാലക്കും, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. കൂടെയുള്ള ആളുകളോട്, കൊണ്ടുവന്ന സദാചാര ഗുണ്ടകളോട്, സദാചാര പോലീസുകാരോട് ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവം? അവര് പറഞ്ഞു, ഇസ്തഗാസത്തും ഇംറഅത്തും ബില്ലൈൽ, രാത്രിയായപ്പോൾ ഒരു പെണ്ണ് സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്നെ ഒരാൾ കടന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത് കേൾക്കാനിടയായി. അങ്ങനെ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഫവജദ്നാ ഹാദൽ ഗുലാമ ഇൻദഹാ, ആ പെണ്ണിന്റെ സമീപത്ത് ഈ മനുഷ്യനെ കാണാനിടയായി. ഉമർ തങ്ങളെ ഞങ്ങൾ നന്നായി അടിച്ചു, ഞങ്ങൾ നന്നായി പെരുമാറി, നിങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവന്നതാണ് ഉമറേ. ഉമർ തങ്ങളെ എന്ന് പറഞ്ഞ് അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അസ്ദിഖ്നി, മോനെ എന്താ സംഭവിച്ചത്, സത്യം പറ, അങ്ങനെ നടന്നിട്ടുണ്ടോ, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ വൃദ്ധയായൊരു മാതാവ് പാല് കറന്നു തരാൻ വേണ്ടി, ആടിൽ നിന്ന് പാല് കറന്നു തരാൻ വേണ്ടി എന്നെ വിളിച്ച് ഒരു മുറിയിലാക്കി. ആ മാതാവ് പോയി, ആ ഉമ്മ പോയി. ആ റൂമിലേക്ക് കടന്നു വന്നത് ഈ പെണ്ണാണ്. ഉമർ തങ്ങളെ ഈ പെണ്ണാണ്. വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ മാറി നിന്നതാണ്. അവളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അടവ് മാറ്റി ഞാൻ പീഡിപ്പിക്കാൻ വന്ന പീഡകനാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഒച്ച വെച്ചതാണ്. ഒന്നും ചോദിക്കാതെ സദാചാര പോലീസുകാരനെ പെരുമാറിയതാണ്. ഉമർ തങ്ങളെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു, ആ പെണ്ണിനെ കണ്ടാൽ നിനക്കറിയുമോ? വൃദ്ധയായ ഉമ്മയെ കണ്ടാൽ നിനക്കറിയുമോ? അതഅരിഫുൽ അജൂസ, വൃദ്ധയായ ഉമ്മയെ കണ്ടാൽ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ഫഖാല നഅം, എനിക്കറിയാം ആ ഉമ്മയെ കണ്ടാൽ. ഇൻ റഅയ്തുഹാ അറഫ്തുഹാ, ആ ഉമ്മയെ കണ്ടാൽ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഫഅർസല ഉമറു ഇലാ നിസാഇ, അല്ലാഹു മഹാനായ ഉമർ തങ്ങൾ ആ നാട്ടിലുള്ള എല്ലാ വൃദ്ധരായ ഉമ്മമാരെയും നേരെ മദീന പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവരികയുണ്ടായി. എല്ലാ പെണ്ണുങ്ങളെയും, എല്ലാ വൃദ്ധരായ ഉമ്മമാരെയും കൊണ്ടുവന്നു. ഫജീഅ ബിഹിന്ന ഫലമ്മാ മർറത് ഹാദിഹിൽ അജൂസ്, വൃദ്ധയായ ആ മാതാവ്, ഇന്നലെ രാത്രി വഴിതടഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയ ആ മാതാവ് വടിയും കുത്തി നേരെ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹാദിഹി ഹിയ യാ അമീറുൽ മുഅ്മിനീൻ, മഹാനായ ഉമർ തങ്ങളെ ഇതാണ് ആ പെണ്ണ്, ഇതാണ് ആ മാതാവ്, എന്നെ തെറ്റിദ്ധരിപ്പിച്ച മാതാവ് ഇതാണ് അമീറുൽ മുഅ്മിനീൻ. ഉടനെ തന്നെ മഹാനായ ഉമർ തങ്ങൾ ആ പെണ്ണിനെ പേടിപ്പിച്ച് സത്യം പറയണം, സത്യം പറയണം, എന്താണ് സംഭവിച്ചത്? അപ്പോഴേക്കും ആ മാതാവ് വെള്ളം പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു പെണ്ണ് വശീകരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഇയാള് പറഞ്ഞതുപോലെയുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തപ്പോ ഫഖാല ഉമറു, മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ ജഅല ഫീനാ ശബീഹ യൂസുഫ് അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാളെ എന്റെ സമുദായത്തിൽ കാണിച്ചു തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് സമാനമാണല്ലോ ഇത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം ഇതുപോലെയല്ലേ? അൽഹംദുലില്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രവർത്തനം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചെയ്തത് കണ്ടുകൊണ്ട് മരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ, പ്രണയത്തിന്റെ, പ്രേമത്തിന്റെ, ഒളിച്ചോട്ടത്തിന്റെ, അവിഹിത ബന്ധങ്ങളുടെ, മതിൽച്ചാട്ടങ്ങളുടെ, മോഷണത്തിന്റെ കഥകൾ കേട്ടാൽ ഒറ്റയടിക്ക് ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കുന്നതിന് പകരം എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ കോണുകളിൽ നിന്നും എന്താണ് സത്യാവസ്ഥ, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് എല്ലാ ഭാഗത്തു നിന്നും കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേട്ടാൽ പോരാ. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്, ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേൾക്കും, ഈ ഭാഗത്തുള്ളതൊന്നും കേൾക്കൂല. അതാണ് പല കേസുകളിലും നടക്കുന്നത്. ഇവിടെ നമ്മൾ സത്യസന്ധമായി പുലരേണ്ട പല കേസുകളിലും നടക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേൾക്കുന്നത് കൊണ്ടാണ്. എല്ലാ ഭാഗത്തു നിന്നും സത്യസന്ധമായി വിശാല മനസ്കതയോടെ കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നിരപരാധികളായ ആളുകളെ രക്ഷപ്പെടുത്താനും നമ്മൾക്ക് കഴിയും.
മുഅ്മിനീങ്ങളെ, ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളുള്ള ആളുകൾ, കമ്മിറ്റി ഭാരവാഹികൾ, ഒരു നാട്ടിലെ പൗരപ്രമാണികരായ കുടുംബത്തിലെ ഉന്നത സ്ഥാനത്തുള്ള പ്രമാണികളായ ആളുകൾ, കുടുംബത്തിലെ തറവാട്ടിലെ നേതാക്കന്മാർ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ, മഹല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ, രണ്ട് വിഭാഗം ആളുകളിൽ നിന്നും രഹസ്യമായി കാര്യങ്ങൾ പഠിക്കണം. സത്യസന്ധമായി എന്താണ് ഇവിടെ നടന്നത് എന്ന് പഠിച്ചിട്ട് സത്യസന്ധമായി നീതിയോടുകൂടി തീരുമാനമെടുക്കണം. നമ്മെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. വാട്സ്ആപ്പ് മെസ്സേജിലൂടെ പഠിക്കുന്ന കോളേജുകളിൽ വെച്ച്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെച്ച്, യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കള്ളുകുടിക്കാനും വ്യഭിചരിക്കാനും ഹറാം ചെയ്യാനും കഞ്ചാവ് ഉപയോഗിക്കാനും എന്ത് തോന്നിവാസങ്ങൾക്കുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാവുക. അള്ളാഹുവേ, ഹറാമിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. എന്റെ കണ്ണുകളെ, എന്റെ ചെവിയെ, എന്റെ കൈകാലുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കാതിരിക്കില്ല. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. സത്യവിശ്വാസികളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കാതിരിക്കില്ല. ദീനിയായ വിഷയങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. അല്ലാഹു വലിയുല്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആളുകളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി അള്ളാഹു തുറന്നു തരും. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ നൂർ, അള്ളാഹുവിന്റെ പ്രകാശം വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ കിതാബ് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ കിതാബ്? എന്തിനാണ് ഈ നൂറ്? യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സന്മാർഗം നൽകാനാണ്. ഇതുപോലെയുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നി. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി, അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി എല്ലാവിധ അരുതായ്മകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനാണിത്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹുവാണ്. കേൾക്കണേ മുഅ്മിനീങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്നൊരാൾ പറഞ്ഞു. സുമ്മസ്തഖാമൂ. പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കാനില്ല, അവർക്ക് വിഷമിക്കാനില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ പെട്ടുപോകൂല. വശീകരിക്കാൻ ആളുകൾ വന്നാൽ, നമ്മെ തകർക്കാൻ ആളുകൾ ശ്രമിച്ചാൽ, ഹണി ട്രാപ്പ് നടത്തിയാൽ നമ്മൾ പെട്ടുപോകൂല. കാരണം നമ്മൾ അള്ളാഹുവിനെ വിചാരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നത് കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെന്നില്ലാത്ത സഹായം അള്ളാഹു നൽകും, ഒരു കരുത്തു നൽകും. ആരാരുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ മാനികമായി പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ ഭയക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അദാഉ മഫ്തറല്ലാഹ് വതർകു മാ ഹറമല്ലാഹ്. ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. അള്ളാഹു പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കലുമാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. വഖൂലൂ ഖൗലൻ സദീദാ. വളരെ മാന്യമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ തഖ്വയുള്ളവരാണ്. വളരെ മാന്യമായി നിങ്ങൾ സംസാരിക്കണം. നല്ല വാക്കേ പറയാൻ പാടുള്ളൂ. സ്വർഗത്തിലൊരു കൊട്ടാരുണ്ടെന്ന്, അകത്തു നിന്ന് നോക്കിയ പുറത്തുള്ളത് കാണും, പുറത്തു നിന്ന് നോക്കിയ അകത്തുള്ളത് കാണും. അങ്ങനെ ഒരു കൊട്ടാരം അല്ലാഹു ആർക്കാ നൽകുന്നത്? ലിമൻ അത്വാബൽ കലാമ. മാന്യമായി സംസാരിക്കുന്നവർ. ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ. നോമ്പ് നിത്യമായി നോമ്പെടുക്കുന്നവർ, സുന്നത്ത് നോമ്പുകളൊക്കെ വർദ്ധിപ്പിക്കുന്നവർ. പിന്നെ രാത്രിയായാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ.
ഈ ആളുകൾക്ക് അല്ലാഹു ഒരു കൊട്ടാരം, അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തുള്ള സർവ്വതും കാണും. 2000 വർഷം നോക്കിയാൽ തീരാത്ത സൗകര്യം ഏറ്റവും സ്വർഗത്തിലെ ചെറിയ സ്ഥാനക്കാർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ 2000 വർഷം നോക്കിയാൽ തീരാത്തത്ര സ്ഥലം ഏറ്റവും ചെറിയ സ്ഥാനക്കാർക്ക് അല്ലാഹു നൽകും. ആ 2000 വർഷത്തെ നോട്ടുണ്ടല്ലോ, അത് അയാൾക്ക് 2000 വർഷം യാത്ര ചെയ്യണമെന്നില്ല നോക്കാൻ. ആ 2000 വർഷത്തിന്റെ ആ വിസ്തൃതി, ആ ഒരു വിസ്തീർണം, ഈ ബോക്സ് ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ 2000 വർഷം അപ്പുറത്തുള്ള സ്ഥലവും കാണുന്നു. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ദൂരത്തുള്ളതൊന്നും തിരിയില്ല. ഇവിടെ ഉള്ള ഇത് കാണുന്നത് പോലെയല്ല, അവിടെയുള്ള കസേര കാണാൻ ഇത് കാണുന്നത് പോലെയല്ല. പക്ഷെ സ്വർഗത്തിൽ എങ്ങനെ ഇത് കാണുന്നതും ഒരു 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ളത് കാണുന്നു ഒരേപോലെ ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 2000 വർഷത്തിന്റെ ആ ഒരു വിസ്തീർണമുള്ള സ്ഥലം ഒരേ നോട്ടത്തിൽ കാണാൻ കഴിയുമെന്നാണ് ആദരണീയരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ മാഷാ അല്ലാഹ് നമ്മുടെ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ അനുഗ്രഹീത സാന്നിധ്യമാണ്, നമ്മുടെ അഭിമന്യരായ നേതാവാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പാണക്കാട് തങ്ങന്മാരുടെ അതുപോലെ ആദരണീയരായ സയ്യിദന്മാരുടെ തണലിലായി ജീവിക്കാൻ നമ്മൾക്ക് എന്നും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.